Hey guys, welcome back to Blissful Reels. Blissful Reelsന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വെജിറ്റബിൾ കുസ്കയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ ഇവിടെ 1 ഗ്ലാസ് ബസ്മതി റൈസ് വെച്ചിട്ടാണ് കുസ്ക റൈസ് തയ്യാറാക്കാൻ പോകുന്നത്. ഞാൻ ഇവിടെ 1 ഗ്ലാസ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. നമുക്കത് ഒരു അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാം. അടുത്തതായിട്ട് നമുക്ക് യൂസ് ചെയ്യാനുള്ള വെജിറ്റബിൾസ് എല്ലാം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. സവാള, തക്കാളി, ക്യാപ്സിക്കം പിന്നെ പച്ചമുളകും ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്താണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കൊരു കുക്കർ ചൂടാക്കാം. കുക്കർ ചൂടാക്കുമ്പോഴത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 3-4 പീസ് കറുവാപ്പട്ട ഇട്ട് കൊടുക്കാം. കറുവാപ്പട്ട എണ്ണയിൽ നന്നായിട്ട് ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും മുളകും ആഡ് ചെയ്ത് കൊടുക്കാം. സവാള നന്നായിട്ട് വഴറ്റി വരുന്നത് വരെ നമ്മൾ ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കണം. ഒന്ന് വാടിയതിന് ശേഷമേ നമ്മൾ അടുത്ത പച്ചക്കറി ഇടാൻ പാടുള്ളൂ. വെജിറ്റബിൾ കുസ്ക റൈസ് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. കുക്കറിലും കൂടെ ആയതുകൊണ്ട് ഒട്ടും സമയം ആവശ്യമില്ല. ഒരു 15 മിനിറ്റിനുള്ളിൽ എല്ലാം റെഡി ആയി കഴിയും. ഇനി നമുക്ക് ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക. സവാള നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന ക്യാപ്സിക്കവും ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കൂടാതെ വേറെ വെജിറ്റബിൾസ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാബേജ് ഇഷ്ടമുള്ളവർക്ക് ക്യാബേജ്, കോളിഫ്ലവർ ഇഷ്ടമുള്ളവർക്ക് കോളിഫ്ലവറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ വെജിറ്റബിൾസും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കണം, നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട്. വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല. ഇത്രയും മസാലകളെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ആ പൊടികളുടെ ആ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോസ് നന്നായിട്ട് ഇളക്കി വേവുന്നത് വരെ ഇളക്കി യോജിപ്പിക്കുക. ടൊമാറ്റോസ് എല്ലാം ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. റൈസ് ഫുള്ള് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഈ വെജിറ്റബിൾസിലും നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന എണ്ണയ്ക്കകത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഞാനിവിടെ 1 ഗ്ലാസ് ബസ്മതി റൈസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. അപ്പം നമുക്കിനി 1.5 ഗ്ലാസ് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അരിക്കും കൂടി ചേർത്തുള്ള ഉപ്പ് ആഡ് ചെയ്യാൻ മറക്കരുത്. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കുസ്ക റൈസ് നമുക്ക് ലഞ്ചായിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതുമാണ്. ഒട്ടും ടൈം കൺസ്യൂമിങ് അല്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര ഹെൽത്തിയാണ്. ഇനി നമുക്ക് 1 ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. അതിൻ്റെ ഒപ്പം തന്നെ 1 ടീസ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടും ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കുക. ഇനി നമുക്ക് കുക്കർ അടച്ച് വെക്കാം. കുക്കർ അടച്ച് വെച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. 2 വിസിൽ കഴിയുമ്പോഴത്തേക്ക് ഓഫ് ചെയ്തിട്ട് പ്രഷർ പോകുന്നത് വരെ വെയിറ്റ് ചെയ്താൽ മതി. നമ്മുടെ വെജിറ്റബിൾ കുസ്ക റെഡിയാവും. അങ്ങനെ ഇതാ നമുക്ക് നമ്മുടെ കുക്കർ തുറന്നു നോക്കാം. ഇതാ നമ്മുടെ വെജിറ്റബിൾ കുസ്ക റൈസ് റെഡിയായി. ഇനി നമുക്ക് ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് എടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെയുള്ള ബെൽ ബട്ടണും കൂടി അമർത്താൻ മറക്കരുത്. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവരും ഷെയർ ചെയ്യുക. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റൈസാണ്. എല്ലാവരും ഉറപ്പായിട്ടും തയ്യാറാക്കി നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.